ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവന് ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരം ഇതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നീ. നമുക്ക് 4-ാം പാദം ഭഗവത് കീർത്തനം ചൊല്ലാം. കുറച്ച് 2-3 ഖണ്ഡിക. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ. സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കല്യാണമാർന്ന ഹരിലീലാമൃതം നൃവര ചൊല്ലാം കുറഞ്ഞതു ചെവിക്കൊള്ളുക പാപഹരം. എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിയ നല്ലൊരു വിഷ്ണു കഥ നാരായണായ നമ. അതായത് മംഗളകരവും അമൃതതുല്യവുമായ ഭഗവാന്റെ ലീലകൾ പറയാം. രാജാവേ, പരീക്ഷിത് മഹാരാജാവേ, സുഖമഹാമുനി പറഞ്ഞു, രാജാവേ, മംഗളകരമായിരിക്കുന്ന അമൃതന് തുല്യമായിരിക്കുന്ന ഭഗവാന്റെ വിഷ്ണുവിൻ്റെ അത്ഭുതമായിരിക്കുന്ന ലീലകളെ പറയാം, കേട്ടുകൊള്ളുക. വിഷ്ണു കഥകളെല്ലാം പറയുന്നാൽ ആർക്കോ സാധ്യമല്ല താനും. എല്ലാം അങ്ങനെ പറയാനും ആരാലും സാധ്യവുമല്ല. എങ്കിലും അമൃത തുല്യമായ ഭഗവാന്റെ ലീലകൾ കുറച്ചൊക്കെ അറിയാമല്ലോ, അത് പറയാം. മൊത്തത്തിൽ പറയാൻ ആർക്കും എന്താന്ന് ഭഗവാൻ എന്താ കാണിക്കുന്ന ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഒരിക്കലും എല്ലാം പറയാൻ ആരാലും സാധ്യവുമല്ല. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കാര്യങ്ങൾ കർത്തൃകരണം കാരണം ക്രിയകൾ കാലസ്വരൂപി ഹരി തൻ്റെ വിലാസമിതു. വീര്യങ്ങൾ ചേരും അവതാരങ്ങളുണ്ടു പല കാര്യാനുരൂപി ഹരി നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ചെയ്യേണ്ടതും ചെയ്യുന്നവനും. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത്? ഇപ്പോൾ ഇവിടെ ഭാഗവതം വായിക്കുന്ന ചെയ്യുന്ന കാര്യം ചെയ്യുന്നവനാരാണ്? അതും ഭഗവാനാണ്. ചെയ്യാനുള്ള ഉപകരണം എന്താണ്? അതും ഭഗവാനാണ്. കാരണവും കർമ്മവും എല്ലാം തന്നെ ഈ കാലസ്വരൂപനായ ഭഗവാന്റെ വിലാസങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഭഗവാൻ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്ത് നമ്മൾ ചെയ്യുന്നു, എന്താ കാര്യമാണ് ചെയ്യേണ്ടുന്നത്, ആരാണ് ചെയ്യുന്നത്, ഇതെല്ലാം ആരായിരുന്നു ചെയ്യിക്കുന്നത്? ഈശ്വരൻ, അല്ലാതെ മറ്റൊന്നും അല്ലാണ്. ചെയ്യേണ്ടതും ചെയ്യുന്നവനും ചെയ്യാനുള്ള ഉപകരണവും കാരണവും കർമ്മവും എല്ലാം തന്നെ. ഇതിനെല്ലാം കാരണവും ഭഗവാൻ തന്നെ. ഈ കർമ്മം ചെയ്യുന്ന കർമ്മവും അങ്ങ് തന്നെയാണ്. എല്ലാം തന്നെ കാലസ്വരൂപനായ ഭഗവാന്റെ വിലാസങ്ങളാണ്. കാരണം നമ്മളിലെല്ലാം വസിക്കുന്ന ഭഗവാനാണ്. അപ്പം ചെയ്യുന്നതെല്ലാം ആ പരമാത്മാവല്ലേ. അല്ലാതെ ഞാനെന്ന ഭാവം അറിയാമത്തവർ, അറിവില്ലാത്തവർ പറയുന്നത് ഞാനെന്ന് പറയും. അഹം എന്ന് വെച്ചാൽ എന്താ? ഞാൻ എന്ന ഭാവം. അവരറിയുന്നില്ല, അവരാണ് ദേഹമാണ് അവരെന്ന് കരുതുന്നത്. പക്ഷെ ദേഹത്തിനുള്ളിലിരിക്കുന്ന സാക്ഷി എന്താണ്? പരമാത്മാവാണ്. അപ്പോൾ ആ ചെയ്യുന്നത് ആരാണ്? ഈ ശരീരം കൊണ്ട് അത് ഈ ഇരിക്കുന്ന ആ ഞാനിൻ്റെ കൂടാരമാണ്. ഞാൻ വസിക്കുന്ന ഒരു ദേഹമാണ്, ഒരു വീടാണ് ഈ ദേഹം. ആ വീട്ടിനകത്തിരിക്കുന്ന ആളാരാണ്? അത് പരബ്രഹ്മമാണ്.
പരബ്രഹ്മത്തിൻ്റെ അംശമാണ്. എല്ലാ അംശം അല്പാൽപമേ വേണ്ടൂ നമുക്കൊക്കെ. ഒരു ശരീരത്തിൽ എത്ര വേണം? ജീവാത്മാവെന്ന് പറയുന്നത് ഒരു ഒരു കുടത്തിലെ വെള്ളം പരമാത്മാവാണെങ്കിൽ അതിൽ ഒരു തുള്ളി തന്നെ ഒരു 1000 കൊണ്ട് വീതിച്ചാൽ എത്ര ഒരു തുള്ളി? അത്രേ വേണ്ടു നമുക്ക്. അല്ലെങ്കിൽ അതിന് ഉത്തരോട് പറയാമെങ്കിൽ ഒരു സമുദ്രം പരബ്രഹ്മമാണെങ്കിൽ അതിന് ഒരു തുള്ളി വെള്ളം എന്ന് പറയാം. അത്രേ വേണ്ടു. എന്നാൽ അത് അംശം ഏതാണ്? ഭഗവാനല്ലേ, പരമാത്മാവല്ലേ നമ്മുടെ അംശം. അതായത് അതിന് എങ്ങനെ ഇത് പറയാൻ കാരണം, വലിയ എന്താ പറയുക, ഒരു 100 കിലോ വെയിറ്റുള്ള ഒരു സ്വർണ്ണക്കട്ടി, അതിന് സ്വർണ്ണം എന്ന് പറയും. എന്നാൽ അതിൽ നിന്ന് ഇച്ചിരി എടുത്തൊരു കമ്മലോ ഒരു കുണുക്കോ തീർത്ത് നമ്മൾ എന്താ പറയുക, അതിന് കമ്മലെന്ന് പറയും. അതുകൊണ്ട് ഇച്ചിരി എടുത്ത് ഈ പരബ്രഹ്മം നിറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഒരു അല്പം എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് വയ്ക്കുന്നതിനാണ് നിറഞ്ഞിരിക്കുമല്ലേ മൊത്തത്തിൽ. അപ്പം നമ്മുടെ ഉള്ളത്തിൽ അത് നിറഞ്ഞിരിക്കുന്നു, മുറിഞ്ഞു പോകാത്തതുകൊണ്ട് ശരീരത്തിനകത്തും പുറത്തും എല്ലാം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന പരബ്രഹ്മ വസ്തുവാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഉള്ളത്തിൽ ജീവാത്മാവ്, നമ്മുടെ ജീവനായിട്ടിരിക്കുന്നതുകൊണ്ട് ജീവാത്മാവെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്ന ഭഗവാനായതുകൊണ്ട് ഈ ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഇതിൻ്റെ കാര്യവും അതിൻ്റെ കാരണവും കർമ്മവും എല്ലാം ഭഗവാനാണ്. കാലസ്വരൂപനായ ഭഗവാന്റെ വിലാസങ്ങളാണ്. ഓരോ കാര്യത്തിനും അനുരൂപമായ ശക്തിയോടുകൂടി രൂപമെടുത്ത് അവതാരങ്ങൾ പലതുണ്ട്. കാരണം ഓരോ സമയത്തും ഓരോ രീതിയിലാണ് ഭഗവാൻ അവതരിക്കേണ്ടത്. ചിലപ്പം വലിയ ശക്തിയോടുകൂടി വന്നെങ്കിലേ ചില കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണം വെച്ചപ്പോൾ ശ്രീരാമ ഭഗവാൻ അവതരിച്ചപ്പം കൃഷ്ണൻ വന്നതിൻ്റെ അത്രയ്ക്ക് ഇത് വേണ്ട. അതിനേക്കാൾ ഉപരി ഒരുപാട് കർമ്മങ്ങൾ, വലിയ കർമ്മങ്ങൾ ചെയ്തു കൃഷ്ണൻ വന്നപ്പോൾ. അപ്പം മനസ്സിലാക്കണം, ഭഗവാൻ കൃഷ്ണൻ അത്രത്തോളം ശക്തിയോടുകൂടി പരബ്രഹ്മമായത് അവതരിച്ചു. ആ പരബ്രഹ്മം അത്ര ശക്തി വേണ്ടാതാണ് ശ്രീരാമനായിട്ട് വന്ന്. പിന്നെ ഓരോരോ അവതാരങ്ങൾ മത്സ്യമായി അവതരിച്ചു. അതൊക്കെ അല്പസമയത്തിന് വേണ്ടിയാണ്. എന്താ വെച്ചാൽ ഈ അയാൾ എന്താ പേര്, ഹയഗ്രീവൻ വേദങ്ങളെ ബ്രഹ്മാണ്ടത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പം അത് സമുദ്രത്തിൻ്റെ ഗർഭത്തിൽ കൊണ്ട് അത്ര അഗാധമായ വനത്തിലെങ്ങനെ ഗുഹ, അതുപോലെ സമുദ്രത്തിലുണ്ട് ഗുഹകൾ. അവിടെ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചപ്പോൾ മത്സ്യമായി അവതരിക്കണ്ടേ, അതും ഭഗവാനെ അവതരിച്ച് പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ ഇതിലെല്ലാം ചിലത് ചെറിയ രീതിയിലും ചിലത് വലിയ ശക്തിപ്പെട്ടു, ഇങ്ങനെയൊക്കെയാണ് പല സമയത്തും പല രീതിയിലാണെന്നേ ഉള്ളൂ. എല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഇതിലെല്ലാം അംശം അമ്മിണിച്ച് നമ്മളിലും ഉണ്ട്. ഇവിടെ ഉള്ള എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. കാര്യങ്ങൾ കർത്തൃകരണം കാരണം ക്രിയകൾ കാലസ്വരൂപി ഹരി തൻ്റെ വിലാസമിതു. വീര്യങ്ങൾ ചേരും അവതാരങ്ങളുണ്ടു പല കാര്യാനുരൂപി ഹരി. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. കിട്ടാഞ്ഞു വേദം ഉഴലും നേരം ആദി കവി പെട്ടെന്നു മത്സ്യവടിവായി കൃപാജലധി. പൃഷ്ഠേ ധരിച്ചു ജലധൗ കൂർമ്മരൂപി ദിവി തട്ടും മഹാഗിരിയെ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, പല സമയത്തും പല രീതിയിലാണ് ഭഗവാൻ അവതരിച്ചേക്കുന്നത്. ഇതിനകത്ത് ഈ ബ്രഹ്മാവ് വളരെ ദുഃഖിച്ച സമയം, ഈ വേദങ്ങൾ ഈ ഹയഗ്രീവൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. വേദത്തിൻ്റെ നഷ്ടത്തിൽ ബ്രഹ്മാവ് വളരെ ദുഃഖിച്ചു. അപ്പോൾ ഭഗവാൻ കൃപാനിധിയാണ്. കാരണം ഭഗവാന്റെ പുത്രനല്ലേ ബ്രഹ്മാവ്. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ താമരയിൽ ഉത്ഭവിച്ചതല്ലേ ബ്രഹ്മാവ്, സ്വന്തം പുത്രനല്ലേ. പുത്രൻ്റെ വേദന പിതാവ് സഹിക്കൂ. അതുകൊണ്ട് ഭഗവാൻ നാരായണൻ കൃഷ്ണൻ എന്ത് വന്നു, വേദനിച്ചു. ഈ ബ്രഹ്മാവിൻ്റെ വേദന ഭഗവാന് വേദന വന്നു. അപ്പോൾ കൃപാനിധിയായ ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു എന്ത് ചെയ്ത്, പെട്ടെന്ന് മത്സ്യമായി അവതരിച്ചു. ഹയഗ്രീവൻ വേദങ്ങളെ അപഹരിച്ച് സമുദ്രഗർഭത്തിൽ ഒളിപ്പിച്ച, അതായത് സമുദ്രത്തിലെല്ലാം ഇപ്പോൾ വനത്തിൽ ഗുഹ പോലെ ഇതുപോലെ കാണും, സമുദ്രത്തിൽ എവിടെയെങ്കിലും ഒളിക്കാനുള്ള സ്ഥലം കാണും. ഈ ഹയഗ്രീവൻ സമുദ്രത്തിൻ്റെ ഗർഭത്തിൽ ഒളിച്ചപ്പോൾ ഭഗവാൻ മത്സ്യമായി അവതരിച്ച കഥ. അതാണ്
ഈ ഖണ്ഡികയിൽ പറഞ്ഞത്. പിന്നെ രണ്ടാമത് വേറൊരു അവതാരം എന്താ, പാലാഴി മഥനം. പാലാഴി കടയിന്ന് എന്താ അമൃത് എടുക്കാൻ, ഈ ദേവന്മാർക്ക് ജരാന്തര മാറാൻ അമൃത് വേണ്ടിയിട്ട്. അപ്പോൾ അസുരന്മാരും ദേവന്മാരുടെ പാലാഴി കടയുന്നു. അപ്പോൾ മന്ദര പർവ്വതമാണ് മത്തിന് ഉപയോഗിച്ച് നമ്മൾ എന്താ പറയുക, തൈര് കടയാൻ നമുക്ക് മത്ത് പണ്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പം പല പല രീതിയിലൊക്കെയാണ്. എന്നാലും അറിയാവുന്നവർക്കറിയാം. അതിന് പകരം മത്തിന് പകരം മന്ദരപർവ്വതമാണ് കടയാനെടുത്തത്. അപ്പോൾ അത് താഴേക്ക് താണു പോയപ്പോൾ എല്ലാവർക്കും വിഷമമായി. എന്ത് ചെയ്യും? അങ്ങനെ ഭഗവാൻ പെട്ടെന്ന് തന്നെ എന്തുവെന്ന്, സമുദ്രത്തിൽ താഴ്ന്നു പോന്ന മന്ത്രപർവ്വതത്തെ ഉയർത്താൻ വേണ്ടി ഭഗവാൻ കൂർമ്മമായി അവതരിച്ചു. ഇങ്ങനെ ഓരോരോ അവതാരങ്ങളുണ്ട്. അതിൽ ഭഗവാൻ കൃഷ്ണനായി വന്നത് എത്രമാത്രം കുഞ്ഞുനാൾ തൊട്ട് ഭഗവാൻ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലയോ. പൂതന 15-ൻ്റെ അന്നോട്ട് ഭഗവാനെ അവതരിച്ച് 15-ൻ്റെ അന്നോട്ടേ ഓരോരോ രീതിയിലല്ലേ ഭഗവാന്റെ അവതാര കഥകൾ. അത്ര ശക്തിമാനായിട്ടാണ് പരബ്രഹ്മം അവതരിച്ച കൃഷ്ണനായിട്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഭഗവാന്റെ അവതാരമാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് വേണ്ടി അതിഭയങ്കരമായ ശക്തിയിൽ അവതരിക്കുന്നു, അത്രയേ ഉള്ളൂ. മറ്റതൊക്കെ പെട്ടെന്ന് പെട്ടത് ഇപ്പോൾ കൂർമ്മമായി വന്ന് അത് കഴിയുമ്പോൾ അതങ്ങ് മാറി. അതുപോലെ മത്സ്യമായി വന്ന് ആ വേദങ്ങൾ വീടെടുത്താൽ പിന്നെ അവിടെ മത്സ്യത്തിൻ്റെ ആവശ്യമില്ല. അതേസമയം അങ്ങനെയാണോ? കുട്ടിനാൾ തൊട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി, ഭൂമിയുടെ വിഷമം തീർക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചത്. അത്രത്തോളം കഠിനമായ ശക്തിയോടുകൂടിയാണ് ഭഗവാൻ അവതരിച്ചത് കൃഷ്ണനായിട്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, ഹരിശങ്കരായ നമ, നാരായണ സകല സന്താപനാശന, ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ. നമുക്ക് ഭഗവാനെ സ്തുതിക്കാം. ഇനിയും ഭഗവാൻ ഈ ലോകം വളരെ വളരെ കഷ്ടപ്പെടുന്നു. ഭഗവാന് എല്ലാ ഭക്തമക്കൾക്കും എന്താ പറയുക, നിഷ്കളങ്കമായ ഭക്തിയോടി ഭഗവാനെ ഭജിച്ച ഈ ലോകത്തിന് ഇനിയും ഇതുപോലുള്ള അത്ഭുതങ്ങൾ ഭഗവാൻ അവതരിച്ച് വരും. പക്ഷേ അന്നത്തെ കണക്ക് ദുഃഖം വേണം. അന്ന് ഭൂമിദേവിയും ബ്രഹ്മാവൊക്കെ പാലാഴി ചെന്ന് പരമാത്മാവിനോട് അപേക്ഷിച്ചു. അത്രത്തോളം അപേക്ഷ തുടങ്ങിയതുകൊണ്ടാണ് ഭഗവാൻ അവിടെ അവതരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോഴും അങ്ങനെ എല്ലാവരും കൂടെ, ബ്രഹ്മാവ് ഉൾപ്പെടെ ഭൂമിയുള്ള സർവ്വ മക്കളും, അതാണ് ഭൂമിദേവി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെല്ലാവരും ഭൂമിദേവിയിലെ മക്കളാണ്. നമ്മളെല്ലാവരുടെ കരഞ്ഞു വിളിച്ചാലേ വരത്തുള്ളൂ. അതാണ് എല്ലാം ഒന്നുപോലെ ഒരു എന്താ പറയാൻ, ആത്മബലം നന്നായി എല്ലാവരും ചേർന്ന് വിളിക്കുമ്പോഴാണ് ഭഗവാനൊരു ഉണർവുണ്ടാകും. ഭഗവാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇറങ്ങിയിരിക്കുക, ഇപ്പോഴൊന്നും വേണ്ട, കുറേ കൂടെ അവരനുഭവിക്കട്ടെ, കലിയുഗം അല്ലേ, കുറച്ച് അനുഭവിക്കട്ടെ, എല്ലാവർക്കും ദൈവികമൊക്കെ വരട്ടെ, എല്ലാവരും തിന്നും മതിച്ചും വെള്ളമടിച്ചും മയക്കുമരുന്ന് കുടിച്ചും മാംസം ഭക്ഷിച്ച് കിടക്കല്ലേ, അനുഭവിക്കട്ടെ. കാടുമൊക്കെ വെട്ടി നശിപ്പിച്ച് മൃഗങ്ങളെ നശിപ്പിച്ച് കൊന്നും അത്രമാത്രം ദുഷ്ടത നിറഞ്ഞ് കിടക്കല്ലേ, കുറേ കൂടെ വരട്ടെ എന്ന് ഭഗവാൻ വിചാരിക്കും. സത്യസന്ധമായ നിഷ്കളങ്കമായ കുറേ മക്കൾ ഒന്നിച്ച് വിളിച്ചാൽ ചിലപ്പോൾ ഭഗവാന് കരുണ തോന്നും. ഇതുപോലെ ഇപ്പോൾ ബ്രഹ്മാവിനോട് കാരുണ്യം ഉണ്ടായി മത്സ്യമായി അവതരിച്ച് വേദങ്ങൾ വീണ്ടെടുക്കാൻ വന്നതുപോലെ നമ്മളോട് ഭഗവാൻ നമ്മുടെ വിളി പോലെ നിലവിളി പോലെ ഇരിക്കും. നമ്മുടെ അഭ്യർത്ഥന അപേക്ഷ പോലെ ഇരിക്കും. എല്ലാം അങ്ങനെയാണ്. ചിലപ്പോൾ നിന്നതിൽ പെട്ടെന്ന് ഇനി വരികയും ചെയ്യും. ഇനി കൽക്കിയായിട്ടൊക്കെ ഇനി എപ്പോഴാണ് വരുന്നത് അറിയില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. എന്തായാലും നമുക്ക് ഇത്രയും മതി ഇന്ന്, കാരണം സമയം ഒരുപാട് പോയി. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് അക്രൂര ദൗത്യമായിരുന്നു. അദ്ദേഹം ഇവിടെ ഹസ്തിനപുരത്തിൽ പോയി കാര്യങ്ങളെല്ലാം തിരക്കി അറിഞ്ഞു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും വിഷമങ്ങളെല്ലാം, കുന്തിയുടെ വിഷമങ്ങളെല്ലാം കേട്ട് സാന്ത്വനപ്പെടുത്തിയിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം തീരുമാനിച്ച് അന്ധനായ ധൃതരാഷ്ട്രരെ കണ്ട് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് പോരാഞ്ഞിട്ട് അയാളെന്താ അഭിപ്രായപ്പെട്ടത്, പിന്നെ മായാവല്ലഭൻ പരൻപുരുഷൻ നാരായണൻ മാനുഷവേഷം ധരിച്ച് ഭൂമണ്ഡലെ വൃഷ്ണി വംശത്തിൽ വന്നു പിറന്ന് വളർന്നൊരു കൃഷ്ണൻ മായാവിലാസങ്ങൾ ആർക്കറിയാവൂ. ഈശ്വരാജ്ഞയ വരുമ്പോലെ വന്നിടുമെന്ന് ശാസ്ത്രജ്ഞാനം ഉള്ളിലുറച്ചൻ മഹാമതി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താ ശാസ്ത്രജ്ഞാനം, വരുന്ന കണക്ക് വരട്ടെ, എനിക്കിപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ മതി, അതിൽ തന്നെ അങ്ങ് ഉറച്ച് യുദ്ധം വഴക്കങ്ങ് എന്നുവെച്ചാൽ അത്രമാത്രം അന്ധനാണ്, ദുഷ്ടനാണ്. നന്മ കൊണ്ട് നിറയ്ക്കാനായിട്ട് ഇദ്ദേഹം പോയ, അതായത് രാജാവിൻ്റെ പക്ഷാഭേദം പാടില്ല, എല്ലാവരെയും ഒന്നുപോലെ ഉൾക്കൊള്ളണം, എല്ലാവരും ഒന്നുപോലെ നോക്കണം, എൻ്റെ കുഞ്ഞെന്ന് നിൻ്റെ കുഞ്ഞെന്ന് കണ്ടുകൂടാ. ഒരു രാജാവ് നിഷ്പക്ഷമായിട്ട് വേണം പെരുമാറാൻ, രാജ്യം പാലിക്കേണ്ടത്. അല്ല പ്രജകൾ തിരസ്കരിക്കും, തള്ളിപ്പറയും, രാജാവിനെ ത്യജിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല. അയാൾ പറഞ്ഞെന്തോ വരുമ്പോലെ വരട്ടെ എന്ന്, എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ വരട്ടെ എന്ന് വെച്ചാൽ അത്രമാത്രം ദുഷ്ടനാണ്.
അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഉറച്ച്. ഈ വണ്ണം ധൃതരാഷ്ട്രൻ തൻ്റെ വാക്ക് കേട്ട് കേവലം അതിനർത്ഥം അറിഞ്ഞ് അക്രൂരന് മനസ്സിലായി ഇദ്ദേഹം ശരിയാവത്തില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടും എന്നുവെച്ചാൽ ക്രൂരതയാണ്. പാണ്ഡുവിൻ്റെ മക്കളെ ഒന്നും നോക്കത്തില്ല, അയാളുടെ കുഞ്ഞുങ്ങളെപ്പോലെ എല്ലാവരെയും കാണത്തില്ല, മമതയാണ് അവൻ. അയാളുടെന്നുള്ള എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളുടെ ചിന്തയുള്ളവന് എങ്ങനെ മറ്റു പ്രജകളെ നന്നാക്കും? അദ്ദേഹത്തിന് അതുകൊണ്ട് അന്ധനെന്ന് പറയുന്നത് അവിടെ കണ്ണിന് കാഴ്ചയൊക്കെ കാണും. അത്രമാത്രം കുറ്റാക്കുറ്റി ഇരുട്ടാണ്, ഉള്ള നിറച്ച അസൂയയും കുശുമ്പും ദുഷ്ടത നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അന്ധൻ എന്ന് പറയുന്നത് എൻ്റെ വിചാരം. അതുകൊണ്ട് അക്രൂരന് മനസ്സിലായി. എന്നിട്ട് ഈ അർത്ഥം അയാൾ പറഞ്ഞ വരും പോലെ വരട്ടെ എന്ന് ഈ അക്രൂരൻ പറഞ്ഞ് ഒന്നും വക വയ്ക്കുന്നില്ല. എങ്ങനെയായാലും എങ്ങനെ അങ്ങ് വരട്ടെ, ഈശ്വരാജ്ഞ പോലെ വരട്ടെ, എല്ലാം ഈശ്വരൻ്റെ വിലാസങ്ങളിലേ, ഈശ്വരൻ എന്താ വിചാരം അങ്ങനെ അങ്ങ് പോട്ടെ, അതിനെല്ലാം സഹിച്ചോളാം, എന്ത് വന്നാലും സഹിച്ചോളാം എന്ന് പറഞ്ഞു നന്ദിച്ചു. യാത്ര ചൊല്ലി ചെന്നുടൻ മധുരയിൽ. അങ്ങനെ അക്രൂരൻ ഇതെല്ലാം കേട്ട് നന്ദിയും പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് മധുരയിലേക്ക് വന്ന് ഭഗവാനോട് വിവരം പറയണ്ടേ. വന്ന് വൃത്താന്തമെല്ലാം മാധവരാമന്മാരെ കേൾപ്പിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം, കുന്തിയുടെ വിഷമങ്ങളും കുഞ്ഞുങ്ങളുടെ വിഷമങ്ങളും, അവർക്ക് വേണ്ടി ഒരു സഹായങ്ങൾ ഇവരാരും ചെയ്യാത്തതും എല്ലാം വിഷമങ്ങളെല്ലാം പറഞ്ഞ് ഒരു ദിവസം ഒരു ദിനമെങ്കിലും കൃഷ്ണനെ ഒന്ന് കാണാൻ ഒന്ന് വരത്തില്ലേ എന്നൊക്കെ ചോദിച്ച വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം അറിഞ്ഞതെല്ലാം ചെന്ന് പറഞ്ഞ് കേൾപ്പിച്ചു രാമനെയും കൃഷ്ണനെയും. എന്നിട്ട് മോദത്തോട് വസിക്കുക. അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ അങ്ങനെ കഴിയുക. മധുരയിൽ തിരിച്ച് ഭഗവാന്റെ അടുക്കലേക്ക് പോയി അക്രൂരൻ. എന്നിട്ട് അപ്പോഴെന്ത് വന്ന് താല്പര്യമോട് യുദ്ധമുണ്ടായതും കേൾക്കുക. അങ്ങനെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഒരു താല്പര്യം വന്നു യുദ്ധത്തിന്. അതിൻ്റെ കാരണം കംസൻ മരിച്ചപ്പോൾ വിധവയായ 2 സ്ത്രീകളുണ്ട്, ഭാര്യമാർ. അത് ജരാസന്ധൻ്റെ മക്കളാണ്, അസ്ഥിയും പ്രാപ്തിയും. ഈ 2 ഭാര്യമാർക്ക് വിഷമമായി പിതാവായ ജരാസന്ധനോടെന്ന് കാര്യങ്ങൾ പറയുമല്ലോ, എൻ്റെ ഭർത്താവിനെ രാജാവ് കംസനെ കൊന്നുകളഞ്ഞു കൃഷ്ണൻ. അപ്പം ജരാസന്ധൻ പിതാവല്ലേ, കംസൻ്റെ അമ്മായിയപ്പനല്ലേ, അപ്പോൾ അയാൾക്ക് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ അതിന് യുദ്ധത്തിനൊരു കാരണം അപ്പോഴുണ്ടാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് താല്പര്യമോട് അവർ സന്തോഷത്തോടെ ഈ കാര്യങ്ങളെല്ലാം ചെന്ന് അക്രൂരൻ പറഞ്ഞതനുസരിച്ച് കാര്യം കുഴപ്പമില്ല ഇങ്ങനെ ഇരുന്ന് കുറച്ചങ്ങനെ ഇരുന്നപ്പോഴാണ് യുദ്ധത്തിന് വേണ്ടി തുടങ്ങുന്നത്. അതൊരു എടുത്തുകെട്ടക്കഞ്ഞ് വന്നു. അത് ഇവിടെ യുദ്ധത്തിനെ പറ്റി അതിന് പറയുന്നത്. അത് നമുക്ക് അർത്ഥമൊന്നും ഇതിൽ പറയാനില്ല. അവരുടെ പക്ഷക്കാരും കൃഷ്ണൻ്റെ എതുക്കളെന്ന് വെച്ചാൽ ഭഗവാന്റെ പക്ഷക്കാർ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതാണ്. അത് എടുത്തത് പറയാനും വേണ്ടി ഒന്നുമില്ല. അപ്പം നമ്മൾ വായിച്ചു പോകാം. കംസന്റെ ഭാര്യമാരാം അസ്ഥിയും പ്രാപ്തിയും. അയ്യോ, കണ്ടു വായിക്കണ്ടേ? കൊച്ചുങ്ങളിപ്പോൾ എന്ത് വിചാരിച്ചു കാണും? നിങ്ങൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് പേര്, ഞാൻ വയസ്സായില്ലേ മക്കളെ, ഇതൊക്കെ ഓർമ്മ നിൽക്കുന്നില്ല. കാര്യങ്ങൾ പറയുമ്പോൾ മറന്നു പോകും എത്രത്തോളം പറയുന്നു. ജരാസന്ധ യുദ്ധം. നമുക്ക് വായിക്കാം, കണ്ടു വായിക്കാം. പക്ഷെ കാണുമ്പോൾ ഉണ്ടല്ലേ ഇത് മങ്ങുന്നു. ഈ ഫാൻ ഇങ്ങനെ കാറ്റ് വീശുന്നതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മങ്ങി വരുന്നത്. എനിക്ക് തെളിവില്ല, അതെൻ്റെ കണ്ണിന് കുഴപ്പം, തെളിയാത്തതുകൊണ്ട്. അല്ലാതെ നമുക്ക് നല്ലതായിട്ട് കാണാം. എങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി എനിക്ക് ഇങ്ങനെ ചെയ്തല്ലേ പറ്റൂ. ഞാനിങ്ങനെ വിഷമിച്ചാലും വേണ്ടിയല്ലല്ലോ. കംസന്റെ ഭാര്യമാരാം. ഞാൻ പതുക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കിയോണ്ട് ഞാൻ അർത്ഥം പറഞ്ഞതില്ല. അസ്ഥിയും പ്രാപ്തിയും പോയി കംസനെ പിതാവിനെ കൃഷ്ണൻ കൊന്ന സങ്കടം നിമിത്തമായി തങ്ങൾക്ക് താതനായി മേവീടും ജരാസുതൻ തന്നോട്. അപ്പം ജരാസുതനാണ് പിതാവ്. അയാളോട് സങ്കടങ്ങളൊക്കെയും അറിയിച്ചാർ ഈ 2 പെൺമക്കൾ ഭർത്താവിനെ കൊന്ന കാര്യങ്ങൾ. പുത്രികൾ വാക്കു കേട്ട് ക്രുദ്ധനായി ജരാസുതൻ. പിതാവ് ഈ വാക്ക് കേട്ടപ്പോൾ ക്രുദ്ധനായി സത്വരം യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത്. പിന്നെ ഈ എന്താ പറയുക, അയാളുടെ പേരെന്തോ, അക്രൂരൻ ഈ വിവരങ്ങളെല്ലാം ചെന്ന് പറഞ്ഞെങ്കിലും സ്വസ്ഥമായി ഇരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഇയാൾക്ക് ബോധോദയം വന്ന യുദ്ധം വേണമെന്ന്. ഈ ജരാസന്ധൻ ഈ ഭാര്യമാർ, കംസൻ്റെ ഭാര്യമാരെന്ന് പിതാവിനോടല്ലേ സങ്കടം പറയാൻ പറ്റൂ. കംസനെ വധിച്ചെന്നും ഞങ്ങൾക്ക് തുണയില്ല ആരും, 2 ഭാര്യമാർ അയാളുടെ മക്കളാണ്. ഇത് പറയുമ്പോൾ തന്തയില്ലയോ ജരാസന്ധൻ, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. സങ്കടം പറഞ്ഞപ്പോൾ മക്കളെ സങ്കടം പിതാവ് അങ്ങനെ ആണല്ലോ. അങ്ങനെ പുത്രികൾ മക്കളുടെ വാക്ക് കേട്ട് ക്രുദ്ധനായി ജരാസുതൻ സത്വരം യുദ്ധത്തിന് പുറപ്പെട്ടു. കോപ്പടിച്ചാൽ എല്ലാമായിട്ട് സൈന്യങ്ങളുമായിട്ട് പുറപ്പെടും. അത് കോപ്പെന്ന് പറയുന്നത് എല്ലാ സമേതം, സൈന്യസമേതം.
യാദവ വംശം മുടിച്ചിടുവൻ വേഗമെന്ന്. യാദവ വംശം കൃഷ്ണൻ്റെ വംശം. ഇനി എപ്പോൾ കേട്ടാലും അങ്ങനെ മനസ്സിലാക്കിക്കോണം. യാദവർ എന്നുവെച്ചാൽ ഭഗവാൻ ജനിച്ച കുടുംബം, അതാ യദുകുലം. അവിടെ യാദവരെന്നാണ് അവരെ പറയുന്നത്, തെളിയുന്നില്ല. യാദവ വംശം മുടിച്ചിടുവൻ വേഗമെന്ന് സാദരം വ്യൂഹം ചമച്ചിടുനാൻ വഴി പോലെ. പെട്ടെന്ന് തന്നെ യാദവരെ നശിപ്പിക്കണം. കൃഷ്ണനെ എല്ലാവരും നശിപ്പിച്ച് വേഗം തന്നെ വേണം വ്യൂഹം ചമച്ച് സൈന്യങ്ങളെല്ലാം ഒത്തുചേർന്ന് അതിന് വ്യൂഹം എന്ന് പറയുന്നത് അതാ. യുദ്ധത്തിന് വേണ്ട കോപ്പുകളെല്ലാം ചമച്ച് എല്ലാം അവിടെ കൂട്ടി വന്നു. അതിന് വ്യൂഹം എന്ന് കണ്ടാൽ പറയാം, എനിക്ക് അങ്ങനെ അറിയില്ല. എത്രമാത്രം ആനയും കുതിരയും തേരുണ്ടെന്ന് പറയാം, അത് ഞാൻ എടുത്തെടുത്ത് പറയത്തില്ല. 21,870. അപ്പം 800 കൂട്ടിക്കോണം. കരികൾ ആനകളാണ്, അത്ര തന്നെ തേരും. അതാണ് 21,000. ഇത് വായിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് വായിക്കണം. 21,870 കരികൾ ആനകൾ, അത്ര തേരും. ഞാൻ ഉറക്കെ വായിക്കുമ്പോൾ കണ്ടോ എൻ്റെ ശ്വാസം പെട്ടെന്ന് അങ്ങ് മങ്ങിപ്പോന്ന്. കരികൾ അത്ര തേരും ചമച്ചു നിർത്തി പിന്നെ. അപ്പം തേരും ആനകളും അത്ര തന്നെ ചമച്ചു നിർത്തി യുദ്ധത്തിന് വേണ്ടിയിട്ട്. ആരാണ്? ജരാസന്ധൻ. തെളിയുന്നില്ല. പിന്നെ അശ്വങ്ങൾ, കുതിരകൾ 65,600. 65,600 നിശ്ചയം. ഇതിന്മേൽ അശ്വങ്ങൾ 10 കൂട്ടി. അപ്പം അശ്വങ്ങൾ 65,600 നിശ്ചയം, അതൊരു നിശ്ചയമാണ്. ഇതിന്മേൽ അശ്വങ്ങൾ 10 കൂടെ കൂട്ടി കാലാൾ. അപ്പോൾ ആ അശ്വങ്ങളുടെ എത്ര ഉണ്ട്? 25,600 കൂടെ ഒരു 10 കൂടെ കൂട്ടി ആരുണ്ട്? കാലാൾ. അപ്പം അശ്വങ്ങൾ എത്ര ഉണ്ടോ അതിൻ്റെ കൂടെ അത്രേൻ്റെ അവിടെ ഒരു 10 കൂടെ കൂട്ടിയിട്ടുള്ള കാലാൾ. 150,300 50 കൂട്ടിയിട്ടുള്ള സംഖ്യ തന്നെ. ഇമ്പമാ അശ്വഹിണി ഒന്നെന്ന് പറയുന്നു. അതൊക്കെ അവിടെ കണക്കാ, നമുക്കറിയില്ല. ഇത്തരം വിംശതിയും ത്രയവും അക്ഷൗഹിണി ചിത്തമോഹനം യുദ്ധവേഷമായി ചമഞ്ഞുള്ള. ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ചിത്തം, മനസ്സിനൊരു മോഹനമാണ്. യുദ്ധത്തിന് ഒരുക്കങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു യുദ്ധത്തിനുള്ള ആഗ്രഹം കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു പ്രത്യേക ഒരു ചിത്തമോഹം വരും. ഈ യുദ്ധത്തിൻ്റെ വേഷജമായി ചമഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ഇത്ര ആനയും കുതിരയും കാലാളും എല്ലാം കൂടെ അക്ഷൗഹിണി തേരും എല്ലാം കൂടെ വന്നപ്പോൾ ചമഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു മോഹനം. ആനക പടഹാദി വാദ്യഘോഷങ്ങളോടും വാദ്യഘോഷങ്ങളോടും മാനം ഉൾക്കൊണ്ട് മഗധാധിപൻ പുറപ്പെട്ടു. വലിക്കേമനായിട്ട് മാനത്തോട് തന്നെ ഇത്രയും കൂടെ നടത്തി സൈന്യസമേതം ആര് പുറപ്പെട്ടു? പിതാവായ ജരാസന്ധൻ, ഈ കംസന്റെ ഭാര്യമാരുടെ പിതാവ് പുറപ്പെട്ടു. മധുരാപുരി ചൂഴം വളഞ്ഞിതബ്ധി പോലെ. അപ്പം മധുരാപുരി എങ്ങനെ വളഞ്ഞു? മധുരാപുരി ഭൂമിയാണെങ്കിൽ 4 വഴിക്കും പിന്നെ സമുദ്രം മുങ്ങിയാൽ എങ്ങനെ ഇരിക്കും? മധുരാപുരിയുടെ ചുറ്റിനും വളഞ്ഞു നിൽക്കുക ഈ മാഗധൻ്റെ, ഈ ജരാസന്ധൻ്റെ സൈന്യം 4 മൊത്തത്തിൽ കറങ്ങി വട്ടമിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ ഭൂമിക്ക് ചുറ്റും സമുദ്രം ചുറ്റി കറങ്ങി വളഞ്ഞ് നിന്നാൽ എങ്ങനെയാണ് അതുപോലെ. യാദവന്മാരും ഏറ്റവും ഉൾപേടി പൂണ്ട നേരം. അപ്പോൾ ഭഗവാന്റെ ആൾക്കാർക്കൊക്കെ പേടി വന്നു ഇത് കണ്ടപ്പോൾ. അപ്പോൾ പറഞ്ഞു കൃഷ്ണൻ, യാദവപതി കൃഷ്ണൻ പേടിയാ എന്ന് ചൊന്നാൻ നിങ്ങൾ ഭയക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. ഭഗവാൻ ഉണ്ടെങ്കിൽ എന്തിനാ ഭയക്കുന്നേ? ജനങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ. ഭഗവാന് ധൈര്യം ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ഇത്രയും കൂടെ കാണുമ്പോൾ, ഇത്ര ആനയും കുതിരയും പടകളെല്ലാം കൂടെ കാണുമ്പോൾ പടകധ്വനി ബഹളങ്ങളും കൊട്ടും വാദ്യവും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവർ ഭയന്ന് പോയി. അപ്പോൾ ഭഗവാൻ യാദവപതി, അതായത് യാദവരുടെ പിതാവാണ്, പതിയാണ് ഭഗവാൻ. യാദവർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഭഗവാൻ പതിയാണ്, നാഥനാണ്. എങ്കിൽ അവിടെ അവതരിച്ചതുകൊണ്ട് അവരുടെ പതിയായ കൃഷ്ണൻ പേടിയായി എന്ന് ചൊന്നാൽ നിങ്ങൾ ഭയക്കാതിരിക്കൂ. കാരണപുരുഷനായിടുന്ന കൃഷ്ണൻ ഉള്ളിൽ കാരണാത്മാവ് കൊണ്ട് പൂർവ്വവൃത്താന്തമോർത്താൻ. അപ്പോൾ ഭഗവാൻ ഭയക്കാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ വെറുതെ ഇരുന്നില്ല. ഭഗവാൻ എന്ത് ചെയ്തു? കാരണപുരുഷനായിരുന്ന കൃഷ്ണനാ, കാരണത്തിൽ നിന്ന് വന്നതാ ഭഗവാൻ. മൂലത്തിൽ നിന്ന് പരബ്രഹ്മമായിട്ട് ഇവിടെ വന്ന് കൃഷ്ണനായിട്ട് വന്ന അവസ്ഥ. അപ്പോൾ ഭഗവാൻ അവിടെ ഉള്ളിലേക്ക് ഒന്ന് ചിന്തിച്ച് ഇവിടെ ഞാൻ എന്തിനാ, കാരണം പണ്ട് പിന്നെ എന്താ പറയുക, ഈ മരുതുമരങ്ങളുടെ ഇടയ്ക്ക് ഉരുളിൽ യശോദമ്മ കെട്ടിയിട്ടപ്പം ഭഗവാൻ അവിടെ നിന്ന് ചിന്തിച്ച് എനിക്കിവിടെ എന്താ കർമ്മമുള്ള ചെയ്യാനേ. അപ്പോഴാണ് 2 മരുതുമരങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. ഇത് നളകൂപര വണിഗ്രഹന്മാരാണ്, ഇവരിങ്ങനെ ശാപം കൊണ്ട് വന്ന് നിൽക്കുന്നതാണ്, ഇതിനെ മറിച്ചിട്ടേ പറ്റൂ എന്ന് ഭഗവാന്റെ ഉള്ളിൽ അപ്പോഴാണ് തോന്നൽ വരുന്നത്. ഇവിടെ അപ്പോഴും ഭഗവാൻ എന്ത് ചെയ്ത് ചിന്തിച്ച്
ഇത്രയും യുദ്ധമായിട്ട് വന്ന കാരണപുരുഷനായിട്ട് ഈ ഭഗവാന്റെ ഉള്ളിൽ ഭഗവാൻ ഒന്ന് ഓർത്ത് എന്തിനാ ഞാനിവിടെ അവതാരം എടുത്തത്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കണം. നമ്മളിവിടെ ജനിച്ചത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കാ മക്കളെ. ഈ മക്കളെ, എൻ്റെ പൊന്നു മക്കളെല്ലാം പറയത്തില്ലയോ അമ്മ അതാ ഇതാന്നൊക്കെ. ഇതിന് ഭഗവാനുള്ള ഭക്തിവരും ഭഗവാൻ നമ്മളൊക്കെ ഓരോ കാര്യങ്ങളാക്കി വെക്കും. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് മുഖാന്തരം നിങ്ങൾക്കും അതൊരു കാര്യമാക്കി. ഇതൊക്കെ കാര്യകാരണങ്ങളാണ്. എന്നിൽ കൂടെ വരുന്ന കാര്യം കാരണമല്ല, അങ്ങോട്ട് കേൾക്കുന്ന കാരണം, ഇതെല്ലാം ഭഗവാൻ നടത്തിക്കുന്നതാണ്. ഇതിന് ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുത്തുന്നതും ഇതെല്ലാം ഭഗവാന്റെ ഇംഗിതമാണ്. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെ ഉള്ളിലും പരമാത്മാവ് തന്നെ വസിക്കുന്നത്. അപ്പം നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി തന്നെയായിരിക്കും നമ്മളെ ഓരോരുത്തരും ഇവിടെ വിടുന്നത്. എന്ത് കാരണമാണ്? ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ചിലർ നന്നായി കൃഷി ചെയ്യുന്നവരായിരിക്കും, ചിലർ നെയ്ത്തുകാരായിരിക്കും, ചിലർ ആധ്യാത്മികമായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഈ ലോകം സ്വർഗമാകുന്നത്. അത് നശിപ്പിച്ച് കളയുന്നത് ആരാണ്? ദുഷ്ടാത്മാക്കളാണ്. അതാണ് ഇവിടെ കംസനെയൊക്കെ വധിക്കാൻ ഭഗവാൻ വന്നത്. കാരണം നന്നായി എല്ലാവരും ഒന്നുപോലെ പോകുന്നില്ല. രണ്ടു കൂട്ടരും ഉണ്ടല്ലോ, ദുഷ്ടനും സജ്ജനവും ദുർജനവും ഉണ്ടല്ലോ. പക്ഷേ അതിലും എല്ലാം ഇവിടെ വേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് കാരണപുരുഷനായിരുന്ന കൃഷ്ണൻ്റെ ഉള്ളിൽ കാരണാത്മാവ് കൊണ്ട് പൂർവ്വവൃത്താന്തമോർത്താൻ, കാരണാത്മാവ് കൊണ്ട് ഭഗവാന്റെ ഉള്ളത്തിൽ പരമാത്മാവുണ്ട്. ആ കാരണത്തിൽ വന്ന ആ ആത്മാവ് കൊണ്ട് ചിന്തിച്ചു. ഈ ഉള്ളത്തിലിരിക്കുന്ന ആ ചിന്ത എന്ത് വന്നു? ഭഗവാൻ ഈ മായയിൽ അവതരിച്ച് ശരീരം എടുത്തത് മനുഷ്യനെ പോലെ അമ്മ നിൽക്കും. പക്ഷേ ചിന്തിക്കും, ഞാനിവിടെ എന്തിനാണ് വന്നത് എന്ന്. ഉള്ളത്തിൽ ആ ആത്മാവ്, പരമാത്മാവ് ഉള്ളത്തിൽ പറഞ്ഞു കൊടുത്ത്, കൃഷ്ണൻ്റെ ഉള്ളിൽ കാരണാത്മാവ് കൊണ്ട് പൂർവ്വവൃത്താന്തം ഓർത്താൻ, എന്തിനാ വന്നതെന്ന് മുമ്പ് കഴിഞ്ഞ ജന്മം എന്നുവെച്ചാൽ ഭഗവാൻ അവതരിക്കും മുമ്പോടെ എന്താ വേണ്ടത്. അപ്പം ചിന്തിക്കും, പാലാഴിയിൽ വന്ന് ഭഗവാൻ നാരായണനോട് ഈ ഭൂമിദേവിയൊക്കെ അപേക്ഷിച്ചു, ഭൂമിയുടെ ഭാരം തീർക്കാനാണ്, അങ്ങനെയാണ് ഞാൻ അവതരിച്ചത് എന്ന് ഭഗവാൻ പിടികിട്ടും. അതുവരെ മങ്ങിയിരിക്കും. കാരണങ്ങൾ വരുമ്പോഴേ ഭഗവാൻ ഓർക്കും. അപ്പോൾ ഭഗവാൻ ചിന്തിച്ചു, ഈ നളകൂപരമണി ഗുരുവന്മാരുടെ മരങ്ങളെ ഉരുളാർത്തി തള്ളി ഇട്ടതുപോലെ ഭഗവാൻ ഇപ്പം ചിന്തിച്ചപ്പോൾ ഭഗവാൻ മനസ്സിലായി. അതുകൊണ്ട് കാരണപുരുഷനായിരുന്ന കൃഷ്ണൻ്റെ ഉള്ളിൽ കാരണാത്മാവ് കൊണ്ട് പൂർവ്വവൃത്താന്തം ഓർത്താൻ. അപ്പോൾ ആ ഉള്ളത്തിലിരിക്കുന്ന പരബ്രഹ്മ വസ്തുവായിരിക്കുന്ന ഈശ്വരൻ കൃഷ്ണൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ഓർത്തു, ചിന്തിച്ചു. അപ്പോൾ പറയാം, കാരണാത്മാവായി പുരുഷോത്തമനാകുന്ന ഞാൻ. അപ്പോൾ ഭഗവാന് ചിന്ത വന്നു, ഓർത്ത്, ഞാൻ കാരണാത്മാവാണോ, ഞാൻ പുരുഷോത്തമനാണോ ഞാൻ എന്ന് ഭഗവാന് മനസ്സിലായി. അപ്പോഴെന്ത് വന്ന്? കാരുണ്യവശാൽ കാല അവസ്ഥാതി ഗുണങ്ങളാൽ ജാതനായ അതിന്മൂലം എന്തെന്നാൽ. അപ്പോൾ മനസ്സിലായി, കാരുണ്യം വന്നു. ഈ കാരുണ്യവശാൽ എന്ത് മനസ്സിലായി? കാല അവസ്ഥാതി ഗുണം, ഓരോ കാലങ്ങളിൽ സംഭവാമി യുഗേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ മാറിക്കിടക്കുന്നു, ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞ് ഈ ലോകം നശിക്കുന്നെന്ന് ഭഗവാന്റെ ഉള്ളത്തിൽ മനസ്സിലായി. ആര് പറഞ്ഞു കൊടുത്ത്? കാരണാത്മാവ് ഉള്ളത്തിൽ പറഞ്ഞു കൊടുത്ത്. കൃഷ്ണനായിരിക്കുന്ന ആ അവതാര പുരുഷൻ ചിന്തിച്ചപ്പോൾ പരമാത്മാവ് ഉള്ളത്തിൽ അത് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉള്ളത്തിൽ ചിന്തിക്കണം. ഇങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ഭഗവാന് കാല അവസ്ഥാതി ഗുണങ്ങളാൽ ഇപ്പോഴിവിടെ നടക്കുന്ന ഗുണം എന്താണ്? തെറ്റും ശരിയാണല്ലോ, ദുഷ്ടന്മാരുടെ സമയമാണ് ഇവിടെ. അതുകൊണ്ട് ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ട് അതിനാണ് ഞാനിവിടെ ജാതനായത്. ഭഗവാൻ അതുകൊണ്ടാണ് ഇവിടെ ജനിച്ചത്. കാരുണ്യവശാൽ കാല അവസ്ഥാതി ഗുണങ്ങളാൽ ജാതനായ അതിന്മൂലം എന്തെന്നാൽ ഭൂഭാരത്തെ ചെയ്തിടും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഭൂമിയുടെ ഭാരം അതാണ്. അതിനു വേണ്ടിയാണ് ഞാൻ ജാതനായത്. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ. ആരാ? കൃഷ്ണൻ ഉള്ളത്തിൽ ചെന്ന് കൃഷ്ണൻ ഞാനിവിടെ വന്നത് ഇവിടുത്തെ ഭൂമിയുടെ ഭാരം ചെയ്തിടും. ദുഷ്ടനിരപരാധിയെ കംസനെ പോലുള്ള കുറേ ദുഷ്ടന്മാർ, മല്ലന്മാരെയൊക്കെ ഭഗവാൻ വധിച്ചില്ലേ? ഇതൊക്കെ അതാ കാരണം. ദുഷ്ടനിരപരാധിയെ വധം ചെയ്ത് ഭൂമി ഭാരത്തെ തീർത്ത് ധർമ്മരക്ഷയും ചെയ്ത് സാമോദം ശിഷ്ടന്മാരെ പരിപാലിപ്പാനല്ലോ. ഇതാണ് ഭഗവാൻ ചിന്തിച്ച് മനസ്സിലാക്കി. ഭഗവാൻ വെറുതെ ഇരുന്ന ജരാസന്ധ യുദ്ധത്തിന് വന്നില്ലെങ്കിൽ ഭഗവാൻ ചിന്തിക്കത്തില്ല, അങ്ങനെ കഴിഞ്ഞുകൂടും. ഇവിടെ ഇപ്പം എന്താ വേണ്ടതെന്ന് ഭഗവാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കാനാണ് ഞാനിവിടെ അവതാരം എടുത്തത്, ഞാനിവിടെ ജനിച്ചു വന്നത്, ജാതനായത്. അപ്പോൾ അതിന് വേണ്ട തയ്യാറ് ഭഗവാൻ എടുക്കും. നിങ്ങൾ പേടിക്കാതിരിക്കൂ എന്ന് യാദവന്മാരോട് പറഞ്ഞു. അവർ ഭയന്ന് വിറച്ചപ്പോൾ, ഈ സൈന്യങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ അവർ ഭയന്ന് വിറച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട,
പേടിക്കേണ്ടത് പറഞ്ഞിട്ട് ഭഗവാൻ വെറുതെ ഇരിക്കല്ല, ചിന്തിച്ച് ഉള്ളത്തിൽ ചിന്തിച്ച് ഞാനിവിടെ എന്തിനാ വന്നത്. അപ്പോൾ ആ ഭൂമിയുടെ ദുഃഖങ്ങൾ സഹിക്കാൻ മേത്ത ഭാരമുണ്ട് ഭൂമിക്ക്, അതിനെ നശിപ്പിക്കാൻ തന്നെയാണ് ഭഗവാൻ വന്നത്. ഭഗവാൻ ഉറപ്പായി, ഉള്ളത്തിൽ തെളിഞ്ഞ്. അപ്പോൾ ഭൂമിയുടെ ഭാരത്തെ തീർത്ത് ധർമ്മരക്ഷയും ചെയ്ത് സാമോദം ശിഷ്ടന്മാരെ പരിപാലിപ്പാനല്ലോ. അതുകൊണ്ട് ആകയാൽ മാഗധനും പടയും വരുന്നതും ആകവേ മുടിച്ച് എൻ്റെ കാര്യവും സാധിച്ചിടാം. ഭഗവാൻ അപ്പോൾ ചിന്തിച്ചു ഉറച്ചെന്താ കണ്ടത്. അതുകൊണ്ട് ഇതാണെന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ ചിന്തിച്ചു, അതുകൊണ്ട് മാഗധൻ, അതാ ഈ ജരാസന്ധനും പടയും വരുന്നത്, ഈ സൈന്യസമേതം അവിടെ വരുന്നതും ആകവേ അവന്മാരെല്ലാം ഒന്നിച്ച് തന്നെ മുടിച്ചിട്ട് ഭഗവാന്റെ കാര്യം സാധിച്ചിടാം. എന്താ ഭഗവാന്റെ കാര്യം? ഭഗവാൻ എന്തിനാ അവതരിച്ചത്? ശിഷ്ടരെ രക്ഷിക്കുവാൻ. യുവന്മാർ വരട്ടെ, വന്നാൽ ഇവന്മാരെല്ലാം മുടിച്ചിട്ട് എല്ലാം ഈ ഭൂമിയുടെ ഭാരം തീർക്കാം, ശിഷ്ടരായ ഭക്തന്മാരെ രക്ഷിക്കാം. ഭഗവാൻ ഉറച്ചു. അത് ഭഗവാൻ ഉള്ളത്തിലേക്ക് ചിന്തിച്ചപ്പോഴാണ് പിടി കിട്ടിയത്, അല്ലെങ്കിൽ ഭഗവാൻ അറിയാതിരിക്കും. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ മനസ്സിലാക്കി. അതുകൊണ്ട് എൻ്റെ കാര്യവും സാധിച്ചിട. എന്താ കാര്യം? ഞാൻ അവതരിച്ചത് എന്തിനാണ്? ആ കാര്യം അത് കംസനെ പോലുള്ള ദുഷ്ടന്മാരെല്ലാം, ഇപ്പം ജരാസന്ധന് കുറേ എണ്ണം കിടപ്പുണ്ട്, ഇവരെല്ലാം കൂടെ തച്ച് മുടിച്ചിട്ട് ഇവിടെ ഈ ധർമ്മം ഇവിടെ നിലനിൽക്കണം, ഈ അധർമ്മത്തെ പെരുകിയവന്മാരെല്ലാം നശിപ്പിച്ചിട്ട് ശിഷ്ടരായ ഭക്തന്മാരെയൊക്കെ രക്ഷിക്കണം. ഇതാണ് ഭഗവാൻ കണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ കാര്യവും സാധിച്ചിടാം. ഭഗവാൻ വന്ന അവതാര ലക്ഷ്യം സാധിക്കാം, അതാണ് പറയുന്നത്. അതുകൊണ്ട് യുദ്ധം ചെയ്ത് ഞാൻ അക്ഷൗഹിണി ആകവേ നശിപ്പിപ്പനെന്ന് ഉള്ളിൽ നിശ്ചയിച്ച അങ്ങിരിക്കുന്നേരം. അങ്ങനെ ഭഗവാൻ അതുകൊണ്ട് യുദ്ധം ചെയ്ത്, ഭഗവാൻ തന്നെ അവരോട് യുദ്ധം ചെയ്തിട്ട് ഞാൻ അക്ഷൗഹിണി ആകവേ, ആ ജരാസന്ധൻ്റെ അക്ഷൗഹിണി പട മൊത്തവും നശിപ്പിപ്പനെന്ന് ഉള്ളിൽ അങ്ങ് നിശ്ചയിച്ച് അങ്ങിരിക്കുന്നേരം. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുക. ഇത് തന്നെ സംഭവം, ഇവന്മാരെല്ലാം നശിപ്പിക്കണം, അക്ഷൗഹിണി മൊത്തം നശിപ്പിച്ചിട്ട് ഈ ഭാരമൊക്കെ തീർത്തിട്ട് എന്ന് നിശ്ചയിച്ചങ്ങ് ഉറച്ച് ഇരുന്നപ്പോൾ, അങ്ങനെ ഇരിക്കുന്നേരം മഗധാധിപനുടെ പട പരന്നു വന്നു മധുരാപുരി പുക്കുവനി. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ച് ഉള്ളിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ അങ്ങനെ എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഭഗവാൻ ഉള്ളിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കാരണാത്മാവായിരിക്കുന്ന ഈശ്വരൻ എല്ലാം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ ഈ പടകളെല്ലാം കൂടെ വന്നു. മഗധാധിപനുടെ പട പരന്നങ്ങ് വന്നു മധുരാപുരി പുക്കുവനി, അവിടേക്ക് തന്നെ വന്നു. മാഗധാജ്ഞയാ സാലുൻ കലിംഗൻ ചേതിവനും, ആ ദുഷ്ടൻ്റെ ആജ്ഞപ്രകാരം, അത് ഈ ജരാസന്ധൻ്റെ ആജ്ഞപ്രകാരം മഗധാൻ എന്ന് പറഞ്ഞാൽ അയാളോ മഗധാധിപതി വെച്ചാൽ മഗധ രാജ്യത്തിലെ രാജാവാണ് ജരാസന്ധനെന്ന് തോന്നുന്നത്. അതാ മഗധാധിപൻ എന്ന് പറയുന്നത്. മഗധ അവൻ്റെ ആജ്ഞപ്രകാരം, അവനാണ് തലവൻ. അവൻ്റെ ആജ്ഞപ്രകാരം ആരൊക്കെയാന്ന് ഇത് പറയാം, അത് കേട്ടാൽ മതി, അതൊന്നും എടുത്ത് പറയാൻ സമയം കിട്ടത്തില്ല. ആരൊക്കെയാ? സാൽവൻ കലിംഗൻ ചേതിവനും വേഗവാൻ ദന്തഭക്തൻ പിന്നെയും വിഡൂരഥൻ ബലവാൻ ഉലൂകനും വേണുദാർശനം ശൈമ്യൻ മാലിയറ്റിയിടുന്നൊരു ദുർമത നിത്യാദികൾ മധുരാപുരിയുടെ പൂർവ്വദ്വാരത്തിങ്കൽ മാധവപുരത്തിൻ്റെ ദക്ഷിണഭാഗത്തിങ്കൽ ബിന്ദനും അനുബിന്ദൻ നരകൻ വിരാടനും സന്നാഹ വീരൻ ഏകലവ്യനും ബാൽഭീകനും വഞ്ചനാധീശ്വരനും എന്നിവരൊരുമിച്ചു നിന്നിതു യാദവന്മാർ വരവും പാർത്ത്. ഇവന്മാരെല്ലാവരും കൂടെ വന്ന് നിൽക്കുവാൻ. ആരെ പാർത്ത് നിൽക്കുന്നു? യാദവന്മാരെ, ഭഗവാന്റെ ആളുകളെ. യാദവന്മാരെ ചെല്ലാണ്ടാണ് ഏത് കുലത്തിലെ ഭഗവാന്റെ ആൾക്കാർ നോക്കി ഇവർ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ഈ സൈന്യം എല്ലാം കൂടെ ഈ ദുഷ്ടൻ്റെ മഗധാധിപൻ്റെ ആജ്ഞപ്രകാരം എല്ലാവിടെ ഒത്ത് നിരന്നങ്ങ് വന്നു. പരന്ന് അവിടെ സമുദ്രം പോലെ അങ്ങ് പരന്ന്. അത് ആരെ പാർത്ത് നിൽക്കുന്നു? യാദവന്മാരെ, ഭഗവാന്റെ ആൾക്കാരെ. അപ്പോഴെന്ത് വന്നു? പൗണ്ഡ്രകൻ ബൃഹൽക്ഷത്രൻ ശല്യനും യുധാജിത്വം ആണ് മാനുവൻ യുധാജിത്വം പാണ്ഡിത്യം രണത്തിങ്കൽ ഏറിയ പൂരിശ്രവ. ഈ രണം യുദ്ധത്തിൽ ശ്രേഷ്ഠരായ ആളാണ് ഈ പാണ്ഡിത്യം എന്ന് വെച്ചാൽ യുദ്ധത്തിന് നല്ല സാമർഥ്യമാണ് പാണ്ഡിത്യം, നല്ല കഴിവുള്ളവർ. അങ്ങനെ രണം എന്ന് വെച്ചാൽ യുദ്ധം എന്നർത്ഥം. അപ്പോൾ അതിൽ പൗണ്ഡ്രകനും ബൃഹൽക്ഷത്രനും ശല്യനും യുധാജിത്വം പാണ്ഡിത്യം വളരെ ഉള്ള രണത്തിങ്കിൽ ഏറിയ പൂരിശ്രവ ഇനിയും ഉണ്ട്. ഇനി ആരൊക്കെയാ? രുക്മിണി വെച്ചാൽ ആരാ? രുക്മിണിയുടെ സഹോദരൻ, ഭഗവാന്റെ കെറുവല്ലേ. രുക്മിണിയുടെ തലയൊക്കെ മുട്ടയടിച്ചല്ലേ വിരുമാക്കി വിട്ടത് അറിയാമോ? രുക്മിണിയെ ശിശുപാലന് കൊടുക്കാതെ കൃഷ്ണൻ പെട്ടെന്ന് രഥത്തിൽ കയറ്റിക്കൊണ്ട് പോരുന്ന യുദ്ധത്തിന് വന്ന് അവസാനം ഭഗവാൻ കൊന്നില്ല അവനെ. പിന്നെ മീശയും മുടിയെല്ലാം എടുത്ത് കളഞ്ഞ് വിരൂപനാക്കി വിട്ട്. ആ ദേഷ്യമൊക്കെ അലയും വിരോധമാണല്ലോ. അതുകൊണ്ട് രുക്മിയും ധ്രുവൻ സുദക്ഷിണനും ഇത്യാദികൾ തിഗ്മ സൈന്യങ്ങളെ
അത് നല്ല വലിയ സൈന്യമാണ്. തിഗ്മ എന്ന് വെച്ചാൽ വലിയ ഈ സൈന്യങ്ങളുമായി പശ്ചിമ ദ്വാരത്തിൽ പശ്ചിമം പടിഞ്ഞാറാണ് എല്ലാം എന്ന് എനിക്കറിയില്ല. ഈ പശ്ചിമം പടിഞ്ഞാറാണെന്നറിയാം. ഇത് ഉത്തരവും ദക്ഷിണമൊക്കെ വടക്കും തെക്കുമൊക്കെ ആയിരിക്കും. അങ്ങനെ നിങ്ങളങ്ങ് കണ്ടോണ്ടാൽ മതി. ഓരോ നമുക്ക് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എന്ന് പറയുന്ന പോലെ ഇത് പശ്ചിമം വടക്ക് ഈ മധുരാപുരിയിലെ ഓരോ ഭാഗത്തും ഇതുണ്ട്, കവാടങ്ങൾ, എല്ലായിടത്തും കൂടെ വഴികളുണ്ട്. അവിടെ ഓരോ ഭാഗത്തും കുറേ ആൾക്കാർ യുദ്ധത്തിനിട്ട് ഓരോ ഭാഗത്തും വന്നങ്ങ് നിൽക്കുക 4 വഴിക്കും. അപ്പോൾ പടിഞ്ഞാറ് വശത്ത് ഇത്രയും പേര്, നമ്മൾ എത്ര പേരെ വായിച്ചു, ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത്. ഇനി അടുത്തത് ദ്രുപദൻ ശിശുപാലൻ ആരാ? രുക്മിണിയെ ശിശുപാലനെ കൊണ്ട് കെട്ടിക്കണം എന്ന് പറഞ്ഞ ആ ശിശുപാലൻ. അപ്പം ദ്രുപദൻ, ശിശുപാലൻ, ത്രികർത്തൻ, ജയദ്രഥൻ, കപടമേലിടുന്ന ശകുനി, സോമദത്തൻ, കണിന്ദൻ, ജരാസന്ധൻ എന്നിവരെല്ലാവരും ഗണങ്ങൾ ഒരുമിച്ചിട്ട് ഉത്തരദ്വാരത്തിൽ, ഗണങ്ങൾ വെച്ചാൽ ഇത്രയും കൂട്ടങ്ങൾ, ഈ പശ്ചിമദ്വാരത്തെ കഴിഞ്ഞിട്ട് ഇത്രയും എല്ലാം ഈ ശിശുപാലന് ഇവരെല്ലാം ഒരു കൂട്ടം, ഇവരെല്ലാം ഒരു കൂട്ടം. ഗണമെന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടി എന്നാണ്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരും കൂടെ. ഗണമെന്ന് വെച്ചാൽ കൂട്ടം എന്നർത്ഥം. അപ്പോൾ ഇത് ഒന്നല്ല, ഇത്രയും പേരും എവിടെ നിന്നു? ഗണങ്ങൾ ഒരുമിച്ചിട്ട് ഉത്തരദ്വാരത്തെങ്കിൽ. അപ്പോൾ ഉത്തരദ്വാരം വെച്ചാൽ എനിക്ക് തോന്നുന്നത് വടക്ക് വശമാണോ? അത് എന്താണെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു ഭാഗമാണ്, അല്ല എനിക്കറിയില്ല. അത്രയും അപ്പോൾ 2 സ്ഥലത്തായി, പടിഞ്ഞാറുമായി ഉത്തരദ്വാരത്തിലുമായി. ദ്വാരം വെച്ചാൽ വാതിൽക്കൽ, ഓരോ ഭാഗത്തും ഇങ്ങനെ വാതിലുണ്ട്. ഇപ്പം നമുക്കിപ്പം ഒരു ജംഗ്ഷൻ്റെ 4 ഭാഗത്ത് റോഡ് കിടക്കുമല്ലോ, ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാം. അങ്ങനെ വിചാരിച്ചാലും മതി. അപ്പം മനസ്സിലാക്കണം, ചില അമ്പലങ്ങളിൽ തന്നെ 4 വഴിക്കുന്ന ഓരോ എഴുന്നള്ളത്ത് വരും. ഇത് ഇന്ന കരക്കാർ, ഇങ്ങനെ കരക്കാരെ അതുപോലെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഓരോ കരക്കാരുടെ മേളങ്ങളും എഴുന്നള്ളത്തുമായിട്ട് ഓരോ ഭാഗത്ത് നിൽക്കുന്നില്ലേ, ഇതിപ്പോൾ യുദ്ധമാണെന്ന് കണ്ടാൽ മതി, അതുപോലെ ചിന്തിച്ചാൽ മതി. അതുപോലെ ഇപ്പം പടിഞ്ഞാറുമായി ഉത്തരദ്വാരത്തിലുമായി. പിന്നെ എന്നിട്ട് എങ്ങനെയാ? സമുദ്രം ഭൂമണ്ഡലം വളയുന്നത് പോലെയാ. ഇവരെങ്ങനെ നിൽക്കുന്നു? സമുദ്രം ഭൂമിയുടെ ചുറ്റിനും സമുദ്രം വന്നിരുന്നാൽ എങ്ങനെയാ? ഭൂമി നടുക്കും ചുറ്റിനും സമുദ്രം കയറിൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇവർ പരന്നങ്ങ് നിൽക്കുക, സമുദ്രം പോലെ അങ്ങ് ആൾക്കാർ യുദ്ധത്തിനായിട്ട് നിൽക്കുക. അപ്പോൾ സമുദ്രം ഭൂമിയെ വളയുന്നത് പോലെയാണ്. സമർത്ഥ നിർഭന്മാരും മഗധ നിർഭന്മാരും മധുരാപുര ചുഴന്നിങ്ങനെ സിംഹനാദം, അധികം ശംഖധ്വനി, ഭൈരവ ഭേരധ്വനി. അപ്പോൾ എന്തൊക്കെയാ? ഭയങ്കര മേളമാണ്. പിന്നെ മധുരാപുരി ഇങ്ങനെ ചുഴന്നിങ്ങനെ സിംഹനാദം കേൾപ്പിക്കുന്നു, അധികം ശംഖധ്വനി വിളിക്കുന്നു, ഭൈരവ ഭേരധ്വനി, മറ്റുമിങ്ങി ഓരോ തരം കൊടികൾ, കൊടിക്കൂറ, അറ്റമില്ലാതെ കാലാളുടെ നിലവിളി എന്നിവ കൊണ്ട് ഭൂമി കുലുങ്ങി തുടങ്ങിനാൾ. ഇതെല്ലാം കൂടെ അതോ ഭൂമി അങ്ങ് കുലുങ്ങി തുടങ്ങുക. നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് പിന്നെ ബോക്സ് വെച്ച് പാട്ട് കേട്ടാലും അതിൻ്റെ സൗണ്ട് കൊണ്ട് നമ്മുടെ ജനലെല്ലാം കിടുകിടാ വിറയ്ക്കും. അല്ലെങ്കിൽ ആകാശത്ത് മിന്നൽ ഇടിയും വരുമ്പോൾ നമുക്ക് നമ്മുടെ വീടൊക്കെ ഒരു പ്രകമ്പനം കൊള്ളും. അതുപോലെ ഇവരുടെ ഈ നാദവും ബഹളവും എല്ലാം കേട്ടപ്പം ഭൂമി ഇവരങ്ങ് കുലുങ്ങി തുടങ്ങിനാൾ. അന്നേരം യുഗാന്തേഷു മേഘങ്ങളെന്ന പോലെ പിന്നെയും സമുദ്രങ്ങൾ പോലെയും ഘോരം. അപ്പോൾ അന്നേരം അന്തേഷു, യുഗം എന്ന് വെച്ചാൽ എന്താ? ഓരോ യുഗത്തിൻ്റെ അന്തം. എനിക്ക് ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. അവസാനം, ഇപ്പം കലിയുഗത്തിൻ്റെ അവസാനം യുഗാന്തം എന്ന് പറയത്തില്ലേ, അതുപോലെ അന്തേഷ പ്രളയം വരുന്നത് പോലെ, മേഘങ്ങൾ എന്ന പോലെ. പ്രളയം വരണമെങ്കിൽ എന്താ? മഴ കൊണ്ടല്ലേ പ്രളയം ഉണ്ടാകുന്നത്. അപ്പം മേഘങ്ങളെല്ലാം കൂടെ വന്ന് മഴ പെയ്യണം. എത്രമാത്രം മഴ വന്ന് ഇവിടെ മൊത്തവും മുങ്ങണമെങ്കിൽ അപ്പം മേഘങ്ങളൊരു കൂട്ടം എത്രമാത്രം ഉണ്ട്, അതിൻ്റെ കണക്കെന്നാണ് ഇത് പറയുന്നതെന്ന് തോന്നുന്നത്. അന്നേരം അന്തേഷു മേഘങ്ങൾ എന്ന പോലെ പിന്നെയും സമുദ്രങ്ങൾ പോലെയും ഘോരം. മന്നവാ രിപുകുലം ഇളകിയത് ഓരോ തരം. അതായത് പരീക്ഷിത രാജാവേ, ശുഗമഹാമനി പറയൂ, ഇതൊക്കെ കേൾപ്പിച്ചിട്ട് മന്നവാ രാജാവേ, രിപു ശത്രു, അതായത് ഈ മഗധ രാജാവിൻ്റെ ഈ ജരാസന്ധൻ്റെ ആൾക്കാർ ശത്രുക്കൾ, ഇപ്പോൾ ഭഗവാന്റെ ശത്രുക്കൾ അവരാണല്ലോ. അപ്പം ഈ രിപുകുലം ഇളകിയത് ഓരോ തരം ഇത്രയെല്ലാം ബഹളങ്ങൾ കേട്ടപ്പോൾ ഭൂമിയും വിറച്ച് ഇവരെല്ലാം ഭയങ്കരമായിട്ട് ഘോരം വിളിക്കുകയാണ്. ശംഖധ്വനിയും പടഹ എന്തൊക്കെയുണ്ട് ഇതെല്ലാം. അങ്ങനെ ഘോരം തരം. മാനസ നിശ്ചലനാ കൃഷ്ണൻ ഇളകിയില്ല. എന്താ? മഗധാധിപ ശൃഗലാദികൾ ഘോഷങ്ങളാൽ, ഈ മഗധാധിപൻ്റെ ശൃഗലാദികളുടെ കോഷം കൊണ്ട് ആരിളകിയില്ല? ഭഗവാൻ ഒരു കുലുക്കവും വന്നില്ല. മനസ്സ് നിശ്ചലമായി ഭഗവാൻ കൃഷ്ണൻ.
ഭഗവാൻ അറിയാം യുവമാരെല്ലാം വരട്ടെ, എല്ലാത്തിനെയും നശിപ്പിച്ച് കൈ കൊടുക്കണം. കാരണം ഭഗവാൻ വന്ന് കാര്യം നേടണ്ടേ, യുവമാരെല്ലാം വന്നെങ്കിലേ ഭഗവാൻ വധിക്കാൻ പറ്റൂ. ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ വന്ന ഭഗവാന്റെ ഉള്ളത്തിൽ പരമാത്മാവ് പറഞ്ഞു കൊടുത്തല്ലോ, കാരണപുരുഷൻ പറഞ്ഞു കൊടുത്ത്. ഞാൻ എന്തിനാണ് വന്നെന്ന് തിരക്കിയപ്പോൾ പരമാത്മാവ് ഉള്ളിൽ പറഞ്ഞു, നീ നിന്നെ ഞാൻ ഇവിടെ വിട്ടത്, എൻ്റെ അവതാരം നീ എടുത്തത് ഇതിനാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ഭഗവാൻ അതിനുവേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട് എന്തോന്ന് മനസ്സ് നിശ്ചലമായിരിക്കുകയാണ്. കാരണം എന്താ, ഉള്ളത്തിലിരിക്കുന്ന ആരാ? വലിയവനല്ലേ, ഈ പരമാത്മാവല്ലേ, ആ ചെയ്യിപ്പിക്കാനുള്ള ആള് യഥാർത്ഥ പിതാവല്ലേ, ഈ പുത്രൻ എന്നുവെച്ചാൽ ഭഗവാൻ തന്നെ ആണല്ലോ, പരമാത്മാവ് തന്നെ ആണല്ലോ. എങ്കിലും ശരീരമെടുത്ത് അരൂപിയാകുന്ന ഈശ്വരൻ ശരീരമെടുത്ത് വന്നു. ഭഗവാൻ അപ്പം മനുഷ്യനായിട്ട് വരുമ്പോൾ നമുക്ക് മനുഷ്യൻ്റെ വികാരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഉള്ളത്തിലിരിക്കുന്ന മറന്നു പോകും എന്തിനാ വന്നേന്ന്. ഭഗവാൻ അങ്ങനെ തിരക്കി, ഉള്ളിലോട്ട് തിരക്കുമ്പോൾ പരബ്രഹ്മമൂർത്തി പറയുന്നു, നീ ഇവിടെ വന്നത് സംഗതി ഭൂമിയുടെ ഭാരം തീർക്കാനാ കാരണപുരുഷൻ ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് രിപുകുലമെല്ലാം ഇളകിയത്, ഓരോന്നിനും ഇളക്കം വന്ന് അവരൊക്കെ അങ്ങ് ഇളക്കം വന്നു. പക്ഷെ ഭഗവാനോ മനസ്സ് നിശ്ചലനായി. കൃഷ്ണനും ഇളകിയില്ല. ഭഗവാൻ ഒരു ഇളക്കവും വന്നില്ല. കാര്യം എന്താണ്? ഇതാണ് കാരണം. ഭഗവാൻ ആരാണ്? പരബ്രഹ്മമല്ലേ. അവിടെ ആരെങ്കിലും എന്തൊക്കെ ചെയ്താലും ഭഗവാൻ ഇളക്കം ഉണ്ടാവുമോ? നമ്മൾ ഈ ഭാഗം ഉടനീളം വായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇത്രയെല്ലാം വന്ന് ഇത്രയും വലിയ ശക്തിമാനായിട്ട് വന്നോ ഒരു ഇച്ചിരി അല്പമെങ്കിലും ദുഃഖമോ ഒരു കരച്ചിലോ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഭഗവാൻ എപ്പോഴും പുഞ്ചിരിയല്ലേ. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ ഇളകിയില്ല. മഗധാധിപ ശൃഗാലാദികൾ കോശങ്ങളാൽ, ഇവൻ്റെയൊക്കെ കോശം കൊണ്ട് ഈ മഗധാധിപനായിരിക്കുന്ന ഈ ശൃഗാലാദികളുടെ എല്ലാം ഈ ഘോരഘോരം വിളിയും ബഹളവും കൂവക്കും ഒക്കെ വന്നിട്ട് ഭഗവാൻ ഒരിളക്കവും വന്നില്ല. മൃഗരാജന തുല്യ വിക്രമമൂർത്തിയായ മാധവൻ ഏതും ഇളകാതെ രാമനോടിതം. അപ്പം മൃഗരാജൻ എന്താണ്? മൃഗരാജൻ സിംഹം, മൃഗങ്ങളുടെ രാജാവല്ലേ സിംഹം എന്നല്ലേ തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നുന്നത്. ആനയല്ല, സിംഹമാണ്. അപ്പോൾ സിംഹത്തിന് തുല്യമായ വിക്രമമൂർത്തി ആരാ? കൃഷ്ണൻ. അപ്പോൾ സിംഹത്തിന് ഉള്ള രീതിയിൽ സിംഹത്തിൻ്റെ എത്രമാത്രം എന്താ ഭയങ്കര അങ്ങനെയുള്ള മൂർത്തിയായ ഈ മാധവൻ, ഈ കൃഷ്ണൻ ഏതും ഇളകാതെ രാമനോട് എന്ത് പറഞ്ഞു? ആദി പൂവിന് തീർപ്പാനുള്ളൊരു വഴികളെ ഗൂഢമായി അറിയിച്ചതന്നേരം മനക്കാമ്പിൽ. ഭഗവാൻ എന്ത് ചെയ്തു? മാധവൻ രാമനോട് എന്ത് പറഞ്ഞു? ഒരിളക്കവും ഭഗവാൻ ഇല്ലാതെ മൃഗരാജനെ പോലെ എന്താ രാമനോട് പറഞ്ഞത്? രാമനോടിതം ആധി. ആർക്ക്? ഭൂമിക്ക് ആധി. ഭൂമിക്ക് വിഷമം. ആരെ കൊണ്ട്? കംസനെ പോലുള്ളവരെ കൊണ്ട്. ഈ കംസനങ്ങ് വധിച്ച് പിന്നെ അതിൻ്റെ ബാക്കി കിടക്കല്ലേ ജരാസന്ധനൊക്കെ. അപ്പോൾ ഇങ്ങനെ കിടക്കുമല്ലേ കുറേ എണ്ണം. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ രഹസ്യമായിട്ട് ഗൂഢമായിട്ട് രാമനോട് പറഞ്ഞു, ഇവിടെ ആധിയുണ്ട് ഭൂമിക്ക്, അത് തീർപ്പാനുള്ളൊരു വഴികളെ ഗൂഢമായി അറിയിച്ച്. ഇത് രഹസ്യമായിട്ട് രാമനോട് പറഞ്ഞ്, ഇളകണ്ട, സമാധാനപ്പെടൂ, ഇതിനൊരു വഴിയുണ്ട്, എല്ലാവരും വന്നിച്ച് കൂടട്ടെ, നമുക്ക് എല്ലാവരും ഒന്നിച്ച് നിരപ്പാക്കാം എന്ന് രഹസ്യമായി, ഗൂഢം വെച്ചാൽ രഹസ്യമായി പറഞ്ഞ്, മനക്കാമ്പിൽ മനസ്സിനകത്ത് രഹസ്യമായി പറഞ്ഞു. ആരുടെ കൂടെ പറഞ്ഞു? രാമനോട് പറഞ്ഞു. അല്ലെങ്കിൽ രാമൻ അറിയില്ല. ഭഗവാൻ ഇത് തിരക്കി പിടിച്ചറിഞ്ഞു. ഉള്ളത്തിന് വന്ന് കാരണാത്മാവായിരിക്കുന്ന പരമാത്മാവ് ഉള്ളത്തിൽ പ്രസാദിച്ച് പറഞ്ഞു കൊടുത്ത്, സമാധാനപ്പെടൂ, ഇളകണ്ട, ഞാനുണ്ട് കൂടെ, പിതാവായ ദൈവം കൂടെ ഉണ്ട്. ഭഗവാൻ അവതരിച്ചത് ആ പരമാത്മാവാണല്ലോ. അപ്പോൾ അത് ധൈര്യപൂർവ്വം രാമനോട് പറഞ്ഞു, ഒരു കുഴപ്പവും വേണ്ട, ഭൂമിക്ക് ആദിയാണ്, ഭൂമിയുടെ ആദി നമുക്ക് തീർക്കണ്ടേ ജ്യേഷ്ഠ രാമ, അതിന് നമുക്ക് സമാധാനപ്പെടും, ഒരിളക്കവും വേണ്ട. അതുകൊണ്ട് മനക്കാമ്പിൽ ഗൂഢപാദീശാംശന ഏറ്റവും മോദം പൂണ്ട്. അപ്പോൾ ഈ ഗൂഢപാദീശാംശനാരാ? ഈ രാമൻ. ഈ ഗൂഢമായി ഭഗവാൻ ഇത് മനക്കാമ്പ് മനസ്സിൽ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഗൂഢപാദീശാംശൻ വെച്ചാൽ അനന്തൻ, അനന്തൻ്റെ അംശമായി ജനിച്ചവൻ. ഭഗവാന്റെ അനന്തശയനം എന്ന് പറയുന്നത് ഈ രാമനാണല്ലോ. ആ അനന്തൻ്റെ ജീവനാണ് ഈ രാമനായിട്ട് അവതരിച്ചേക്കുന്നത്. അതാണ് ഗൂഢപാദീശാംശകൻ ഏറ്റവും മോദം പൂണ്ടത് കേട്ടപ്പോൾ. ജ്യേഷ്ഠ അടങ്ങിയിരി, നമുക്ക് സമാധാനമാക്കാം, ഇവിടെ ഭൂമിയുടെ ഭാരം നമുക്ക് തീർക്കാനുണ്ട്, നമ്മൾ അതിനെ അവിടെ വന്നേക്കുന്നത്. ഇതൊക്കെ രഹസ്യമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മോദമുണ്ട്, സന്തോഷമായി രാമന്. എന്നിട്ടോ അങ്ങനെ നിൽക്കുമ്പോൾ അമ്പരത്തിൽ നിന്ന് ഇങ്ങനെ ഭഗവാൻ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് വന്നു? ആകാശത്ത് നിന്ന് വന്നിതോ തേരും അർക്ക തേജസ്സേ വെല്ലും ചക്രാദ്യ ആയുധങ്ങളും. ഭഗവാന്റെ കയ്യിൽ എന്തെങ്കിലും ആയുധമുണ്ടോ? പാവം എന്താ ചെയ്യാനാ? ഇത്രയും മറ്റോമാർ കരികൾ എത്രായിരം ആന, കുതിര, എന്തൊക്കെ എല്ലാം കൂടെ വന്നു. ഭഗവാന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഭഗവാനോട് പിതാവായ ദൈവം കാരണപുരുഷൻ ഉള്ളത്തിലിരുന്ന്
പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ സന്തോഷത്തോടെ രാമനോട് രഹസ്യം പറഞ്ഞു. എന്നിട്ട് നിന്നപ്പോൾ എന്ത് വന്നു? നിൽക്കുമ്പോൾ അമ്പരത്തിൽ നിന്ന്, ആകാശത്ത് നിന്ന് വന്നിതു. എന്താ വന്നത്? തേരും അർക്ക തേജസ്സെ വെല്ലുന്ന ചക്രാദ്യ ആയുധം, ഭഗവാന്റെ സുദർശന ചക്രം. പിന്നെ വല്ലതും പേടിക്കണോ? അതങ്ങ് ഇട്ടുകൊടുത്താൽ പോരെ, അതങ്ങ് വീശി കൊടുത്താൽ പോരെ? ഓരോന്നിനെയും കട്ടിച്ച് 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 കഴുത്തെല്ലാം അറ്റങ്ങ് പോകത്തില്ലേ വിട്ടുകൊടുത്താൽ? അതുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം കൂടെ ആകാശത്ത് നിന്ന് വന്നു. തേരും സൂര്യനെ വെല്ലുന്ന ചക്രാദി ആയുധങ്ങളും ഒക്കെ വന്നത് കണ്ട് യദുരാജാജ്ഞയോടും. അപ്പോൾ യദുക്കളുടെ രാജാവ് ആരാണ്? ഉഗ്രസേനനാണല്ലോ. പിതാവിനെ കംസനെ കൊന്നിട്ട് കംസന്റെ പിതാവല്ല, കംസൻ ഗന്ധർവന്റെ മകനാണ്, ദേവകിയുടെ അച്ഛൻ. എന്തെങ്കിലും പൊതുവെ കംസന്റെ അച്ഛൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ രാജാവ് ആക്കിയേക്കുന്നത് ഇപ്പം യഥാർത്ഥ രാജാവിനെ തന്നെയാണ്. അയാളെ കെട്ടുമുട്ടിയിട്ടിട്ടല്ലേ രാജാവായി ചമഞ്ഞത് കംസൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം, ഒരു രാജാവിൻ്റെ ആജ്ഞ വേണമല്ലോ. അതുകൊണ്ട് ഉഗ്രസേനൻ്റെ, അതാണ് യദുരാജാന്ന് വെച്ചാൽ യദുക്കളുടെ രാജാവായ ഉഗ്രസേനൻ്റെ ആജ്ഞപ്രകാരം, അതാണ് യദുരാജ ആജ്ഞയോടും പുഷ്കരേഷനും താനും രാമനും ഒരുമിച്ച്, പുഷ്കരേഷൻ വെച്ചാൽ ഭഗവാൻ കൃഷ്ണനും രാമനും ഒരുമിച്ച് തേരിൽ കരയേറി, ആകാശത്ത് വന്ന് ഇറങ്ങിയ തേരിൽ കരയേറി യുദ്ധസന്നദ്ധന്മാരായി പാരാതെ യദുക്കളുമൊക്കവേ ഒരുമിച്ച്. അപ്പോൾ ഭഗവാൻ യുദ്ധത്തിനായിട്ട് തേരിൽ കയറി, രാമനും കൃഷ്ണനും. പിന്നെ തേരിൽ കയറിയിട്ട് ആരൊക്കെ? യുദ്ധസന്നദ്ധന്മാരായി പാരാതെ യദുക്കളുമൊക്കെ ഒരുമിച്ച്. അവിടെയുള്ള യദുകുലത്തിലെ മറ്റ് കൃഷ്ണൻ്റെ ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് യുദ്ധ കോലാഹലേന തിക്കിയും തിരക്കിയും ഉത്തതന്മാർ അത്രത്തോളം ശക്തിമാന്മാരെ, ഉയർന്നവർ, അത്രയും ഉത്തതന്മാരായിട്ട് യുദ്ധത്തിന് വേണ്ടി അങ്ങ് ഒരുങ്ങി തയ്യാറെടുത്ത് നിൽക്കുന്ന, അങ്ങനെ ഭയഹീനരായി ഒരു ഭയവും കൂടാതെ അവർ പുറപ്പെട്ടു. എന്താ കാരണം? ഉള്ളത്തിൽ ആരാ വസിക്കുന്നേ? ഭഗവാന്റെ ഉള്ളത്തിൽ മാത്രമല്ല ഇപ്പോൾ പരമാത്മാവ് വസിക്കുന്നത്. ആരെല്ലാം അവിടെ നിൽക്കുന്നോ ഭഗവാന്റെ പക്ഷക്കാർ, അവരിൽ എല്ലാവരിലും ആ പരമാത്മാവ് നിൽക്കും. കൂടുതലും പരബ്രഹ്മം നിൽക്കുന്ന കൃഷ്ണനിൽ തന്നെയാണ്. പക്ഷേ എല്ലാവരിലും ആ ചൈതന്യം, ആ പരബ്രഹ്മമൂർത്തി സർവ്വരിലും ആ ശക്തി കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഭയം കൂടാതെ, ഭയഹീനരായി, ഒരു ഭയവും കൂടാതെ അവരും യുദ്ധത്തിന് പുറപ്പെട്ടു. യദുക്കളും ഭഗവാനും രാമനും എല്ലാം കൂടെ തേരിൽ കയറേറി പുറപ്പെട്ടു. സമയം ഒത്തിരിയായി. ഇനി കൃതവർമാവും ഉടൻ ഉദ്ധവൻ ഇത്യാദികൾ അതിവിക്രമം പൂണ്ട് കൃഷ്ണനും ഒരുമിച്ച്. ഈ കൃഷ്ണനൊരു വേലയുണ്ട്, അത് ഞാൻ ഇപ്പോഴങ്ങ് പറഞ്ഞേക്കാം. അതായത് 4 ദ്വാരത്തിലും, ഈ പശ്ചിമത്തിലും അത് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായിട്ട് വാതിലുകളുണ്ടല്ലോ. ഇവിടെ എല്ലാം ഭഗവാന്റെ ആൾക്കാരെ നിർത്തുമ്പോൾ എല്ലാത്തിനും ഭഗവാനുണ്ട്. അതാ രസം. അത് മുമ്പ് തന്നെ വായിച്ച് മനസ്സിലാക്കില്ല. ഇന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ ഇത് വായിച്ച് നോക്കി. അല്ലാതെ അങ്ങനെ നമുക്ക് പിടി കിട്ടത്തില്ല. നമുക്കങ്ങനെ വായിച്ച ശീലമല്ലോ. ഞാൻ വെറുതെ ഒന്ന് വായിച്ചിട്ട് ഇടാമെന്ന് കരുതി. അപ്പോഴെന്താ ഇത് മനസ്സിലാക്കിയത്? ഭഗവാനെ കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ട്. ഗോപസ്ത്രീകളുടെ 16,008 ഗോപസ്ത്രീയുടെ എല്ലാവരുടെ മുമ്പിലും ഭഗവാൻ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ പരമാത്മാവായ കൃഷ്ണൻ ഇവിടെ പറഞ്ഞ കേട്ടോ, ഇങ്ങനെ കൃതവർമാവും ഉടൻ ഉദ്ധവൻ ഇത്യാദികൾ അതിവിക്രമം പൂണ്ട് കൃഷ്ണനും ഒരുമിച്ച്. അപ്പോൾ കൃഷ്ണൻ അതിൽ ഒരുമിച്ചേ പൂർവ്വഗോപുരത്തൂടെ പുറപ്പെട്ടു. പൂർവികൻ ഉഗ്രസേനൻ പൃഥുവും വിപൃഥുവും പിന്നെ സുധാമാവും ഹരിയും ഒരുമിച്ച്. കണ്ടോ, ഹരിയും അവിടെയും ഹരി വന്നു ഒരുമിച്ച് സന്നാഹത്തോട് തെക്കേ ഗോപുരം പുറപ്പെട്ടു. അപ്പോൾ ഓരോ ഭാഗത്തും ഇവിടെ കൃഷ്ണൻ വന്നു. പൂർവ്വഗോപുരത്ത് ഇവിടെ കൃഷ്ണൻ വന്ന്, കൃഷ്ണൻ ആരാ? പൂർവ്വഗോപുരത്ത് വന്നു, അവിടെ പുറപ്പെട്ടു. പിന്നെ പൂർവികൻ ഉഗ്രസേനൻ ആരാണ്? പിതാവായ രാജാവ്. അതും അതായത് തലവന്മാർ, കൃഷ്ണൻ്റെ ആ തലമുറ മുന്നിലുള്ള, കാരണം അതൊക്കെ മുത്തച്ഛനല്ലേ. അങ്ങനെയുള്ള പൃഥുവും വിപൃഥുവും ഉഗ്രസേനനും പിന്നെ സുധാമാവും ഹരി, അവിടെ ഹരി വന്നു. ഹരി ആരാ? കൃഷ്ണനാണ്, മഹാവിഷ്ണുവാണ്. അപ്പോൾ ആ ഹരിയും ഒരുമിച്ച് സന്നാഹത്തോട് തെക്കേ ഗോപുരം പുറപ്പെട്ടു. അവിടെ 2 സ്ഥലത്തും ഭഗവാൻ, ഇവിടെ കൃഷ്ണൻ എന്നും പറഞ്ഞു, ഇവിടെ പിന്നെ ഹരി. ഇത് പേര് മാറ്റി ഇവിടെ കൃഷ്ണ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോഴേ അത് മനസ്സിലാവില്ലേ. നമ്മൾ ഓർക്കാപ്പുറത്ത് എന്തോ വായിച്ചങ്ങ് പോകും. എനിക്കത് ഇന്നാ മനസ്സിലായത്. ഞാൻ ഇതിനുമ്പൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഭഗവാൻ നമ്മളെ കൊണ്ട് ഓരോന്ന് ഓർമ്മിപ്പിച്ച് തരും. ആർക്കും അങ്ങനെ പിടി കിട്ടത്തില്ല ഇത് ഒത്തോണ്ണം. എല്ലാവരും വെറുതെ അങ്ങ് വായിക്കും. ഞാനും അങ്ങനെയായിരുന്നു. ഇന്നാണ് എനിക്ക് പിടി കിട്ടിയത്. അപ്പം ഞാൻ നോക്കുന്നേ, ഇത് ഓരോ ഭാഗത്തും ഭഗവാൻ ഒരു ഭാഗത്തുണ്ട്, അടുത്ത ഭാഗത്ത് ഹരി, അതും കൃഷ്ണനാണ്. പിന്നെ എന്ത് ചെയ്യേ, പശ്ചിമദ്വാരത്തോടെ ശത്രു സംഹാരം ചെയ്യുവാൻ നിശ്ചലന്മാരായി പുറപ്പെട്ടത് കോലാഹലാൽ. അപ്പോൾ 2 ഭാഗത്തും കൃഷ്ണൻ വന്നു. ഇനി ഗോവിന്ദൻ മഹാ തേജോമയമാം രഥത്തോടും സാരഥിയായും ദാരുകനോടും കൂടി രാമന് ഒരുമിച്ച് കേവലം ജഗദീശൻ. കണ്ടോ, അവിടെ ജഗദീശൻ എന്ന് വന്നു. ഇതാരാ? കൃഷ്ണനല്ലേ.
ജഗദീശൻ താമസ രക്ഷോഗണ നാശന ശംഖധ്വനി പൂരേണ. അത് ഈ രാക്ഷസന്മാരായ ഈ അസുരന്മാരെ വധിക്കാൻ താമസ രക്ഷോഗണം, അതായത് ഈ രാക്ഷസഗണത്തെ നശിപ്പിക്കുന്ന ശംഖധ്വനി. ആ ശംഖിൻ്റെ ധ്വനി കേട്ടാൽ ഈ അസുരന്മാരായ ഈ കംസനെ, അങ്ങനെ കംസനല്ല, അവൻ മരിച്ചു, ഈ മറ്റുള്ള ദുഷ്ടന്മാരെ നശിപ്പിക്കുന്ന ശംഖധ്വനി പൂരേണ, അത് അല്ല പൂരേണയാണ്, അത്രമാത്രം ബഹളമാണ്. ആ ശംഖധ്വനി പൂരേണ പുറപ്പെട്ടു വടക്കേ ഗോപുരത്തോട് ഓരോരോ വഴിക്ക് പോയി ഒളിച്ചാർ ദൈത്യവംശം. ഇങ്ങനെ എവിടെ എല്ലാ വശത്തും ഭഗവാനുണ്ട്. എല്ലാ യുദ്ധം ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയും കൃഷ്ണനുണ്ട്. അത് കൃഷ്ണൻ ഒരു ഭാഗത്ത് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഹരി, ഒരു ഭാഗത്ത് ജഗദീശൻ, ഇങ്ങനെ പറയുന്നത്. ഇനിയുണ്ട്, അത് നമുക്ക് ഇനി വായിക്കാം. ഇന്നിപ്പോൾ സമയം പോയി. ഇതൊന്ന് ചേർത്ത് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ കയറ്റി വായിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സമയങ്ങളും വായിക്കുമ്പോൾ കഴിഞ്ഞാണ്ട് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. ഈ പ്രാവശ്യം ഞാൻ ഇന്ന് നേരത്തെ ഒന്ന് വായിച്ചിട്ട് വെറുതെ അങ്ങ് ഓർത്തപ്പോൾ ഇത് ഭഗവാൻ അർത്ഥം നോക്കുമ്പോൾ എല്ലാത്തിനും ഹരി, കൃഷ്ണൻ, ജഗദീശൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഉണ്ടല്ലോ. ഓരോ ഭാഗത്തും യുദ്ധത്തിന് ഓരോ ഭാഗത്തും നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ എല്ലാം കൃഷ്ണനും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഓരോന്ന് വായിച്ച് മനസ്സിലാക്കണം മക്കളെ, അല്ലാതെ എന്ത് ചെയ്യാനാ, നമുക്ക് ആരും ഗുരുക്കന്മാരില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.